ഹായ് ഹലോ മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കിടക്കാച്ചൊരു മുറുക്കിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ നമ്മൾ റിങ് മുറുക്ക് എന്നൊക്കെ പറയത്തില്ലേ, റൗണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ആ സമയത്ത് നമുക്കിതുപോലെ ഉണ്ടാക്കി കുറച്ചൊരു ബോട്ടിൽ വെക്കുവാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എടുത്തു കൊടുക്കാം. എല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട. അതെല്ലാം നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ശ്രദ്ധിച്ചൊക്കെ അല്ലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ അത് മക്കൾക്ക് വലിയ സന്തോഷമാവും. അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പരന്ന പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു കപ്പ് നിറച്ച് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ റവ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ 1.5 കപ്പ് തിളപ്പിച്ച വെള്ളം അതിലേക്ക് ആ റവയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ വെട്ടി തിളയ്ക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു തടിയുടെ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പർക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂട്ടുകാരാവണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയത്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ 10 മിനിറ്റ് അവിടെ അതങ്ങ് ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ കണ്ടോ, ആ വെള്ളമെല്ലാം അത് ഒബ്സർവ് ചെയ്ത് നല്ലതുപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ റവ എടുത്തത് അതേ കപ്പിൽ 1 കപ്പ് അരിപ്പൊടി എടുക്കാം. പത്തിരിപ്പൊടി, ഇടിയപ്പപ്പൊടി എന്നൊക്കെ പറയത്തില്ലേ, അത് മതിയാവും. അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, ഒരുപാട് സമയം ഒന്നും വേണ്ട. അപ്പം നമ്മുടെ കൈകൊണ്ട് ചെയ്യുമ്പോൾ മക്കൾക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ, അപ്പോൾ കൊച്ചു മക്കൾക്കൊക്കെ ആണെങ്കിൽ എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടി അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടി. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്രയാണോ മാവ് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഈ പൊടി ഐറ്റങ്ങളെല്ലാം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ കായ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് 1-1.5 ടീസ്പൂണോ ചേർക്കാം കേട്ടോ. കറുത്ത എള്ള് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം 1-2 ടീസ്പൂണ് നെയ്യ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ നമ്മളിങ്ങനെ മിക്സാക്കി കുഴച്ചെടുക്കണം. നല്ല ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നല്ലപോലെ കുഴച്ചെടുക്കണം. വെള്ളം ചേർക്കണ്ട. ഇതിൻ്റെ നനവ് തന്നെ നമുക്ക് മതിയാവും. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. കൈ ചൂട് കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് വെള്ളത്തിൽ കൈ നനച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ നമുക്ക് നനച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുഴച്ച് നമുക്ക് നല്ലപോലെ കുഴച്ച് കൊടുക്കണം കേട്ടോ. കുഴച്ചതിന് ശേഷം ഈ മാവ് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സായി കിട്ടണം. റവ നല്ല കട്ടിക്കായിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നല്ല മയമായിട്ട് കിട്ടണമെങ്കിൽ ശരിക്കും നമ്മൾ ബലം പ്രയോഗിച്ച് തന്നെ ഇത് കുഴച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ വലിയ ബലമൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് എങ്ങനെ കുഴച്ചെടുക്കും അതുപോലെ നമ്മുടെ ചപ്പാത്തി മാവൊക്കെ നമ്മൾ കുഴയ്ക്കുന്നില്ല, അതിൻ്റെ സോഫ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതൊരു പാത്രം കൊണ്ട് അടച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ മാവെല്ലാം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രം വെച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ അരമണിക്കൂർ ആയതിന് ശേഷം ഞാനിപ്പോൾ മാവെടുത്ത്, അപ്പോൾ നിങ്ങളതിൽ സേവനാഴി നല്ല വലിയ ചില്ലുള്ളതുണ്ട്, പല ചില്ലുള്ളതുണ്ടല്ലോ. അപ്പോൾ അതുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താൽ മതി. പക്ഷേ ഞാനിതിപ്പോൾ കൈ കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ മാവ് നമ്മളൊന്ന് കുഴച്ച് മയപ്പെടുത്തിയതിന് ശേഷം നമുക്കൊരല്പം മാവ് അതിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് ഉരുട്ടി ഇതുപോലെ ഒന്ന് നമ്മൾ നമ്മുടെ പാദത്തിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇത് ചെയ്തെടുത്താൽ മതി. റിബൺ പോലെ ഒന്ന് നീട്ടിയെടുക്കുക. അതിന് ശേഷം നമ്മൾ
കൈ കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ ഒരു പീസ് കട്ട് ചെയ്തതിന് ശേഷം, ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി. കണ്ടല്ലോ? അപ്പോൾ നമ്മുടെ റിംഗ് മുറുക്ക് ഇവിടെ റെഡിയായി കിട്ടും. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുന്നു. അപ്പം പിച്ചാത്തി കൊണ്ട് ചിലർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്കിതൊക്കെയാണ് യഥം. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ആ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് എങ്ങനെയാണോ അത് എളുപ്പമായിട്ട് തോന്നുന്നത് അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം എല്ലാം. അപ്പോൾ ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിലോ നല്ലൊരു പേപ്പർ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റിയുള്ള അങ്ങനെയുള്ളത് അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ വല്ലതും വിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇതുപോലെ നമ്മൾ പരത്തി വെച്ചാൽ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. പിന്നെ നമുക്ക് എണ്ണ തിളപ്പിച്ച് അതിലേക്ക് ഇട്ടാൽ മാത്രം മതി. വലിയ പാടൊന്നുമില്ല, എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും നല്ല കാറ് മുറയെന്ന് ചവച്ച് തിന്നുകയും ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാൻ കുറച്ചൊക്കെ അതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇനി നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ തിളച്ച് വരുമ്പോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ തീ നല്ല എണ്ണ ചൂടായി കിടക്കണം. എന്നിട്ട് നമ്മൾ തീ ഒരല്പം ഒന്ന് കുറച്ച് വെക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ നിറം മാറിപ്പോവും. എന്നാൽ ഉള്ളു അങ്ങനെ അത്ര ഇതായിട്ട് വെന്ത് കിട്ടത്തില്ല. അപ്പം നമ്മൾ നോർമലി ചൂടിലിട്ടതിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുത്ത്, ആദ്യമേ ഇളക്കാൻ നിൽക്കരുത്, മാവ് പൊടിഞ്ഞു പോകും. അപ്പോൾ നല്ലപോലെ ഇതായതിന് ശേഷം നമുക്കിതുപോലെ കണ്ടോ, ഇങ്ങനെ ഇളക്കി കൊടുത്ത് നല്ലപോലെ മുരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത്തിരി സമയം എടുത്തായിരുന്നു. ഇച്ചിരി ഏറെ മാവ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, 2 കപ്പ് മാവ് എടുത്തില്ല. അപ്പോൾ അതിന് അത്രയും സമയം എടുത്തായിരുന്നു. വീഡിയോയിൽ അത്രയൊന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ ആദ്യം കുറച്ചിങ്ങനെ പരത്തിയത് മാത്രമേ നിങ്ങളോട് കാണിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ചെയ്തതിന് ശേഷം പിന്നെ മൊത്തത്തിൽ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നമുക്കൊരു കുപ്പിഭരണിക്കകത്തൊക്കെ ഇട്ട് അടച്ചു വെച്ചാൽ ഉണ്ടല്ലോ, തണുത്ത് പോകത്തുമില്ല. നമുക്ക് മക്കൾക്കൊക്കെ അവർ സ്കൂൾ വിട്ട് വരും, അല്ലെങ്കിൽ വൈകിട്ട് നമുക്ക് തന്നെ ഒരു കട്ടൻ ചായ കുടിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ ഇതുപോലെ എടുത്ത് വെച്ച് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഈ എള്ളൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണമൊക്കെ ഇല്ലേ, അതിനൊരു പ്രത്യേക രുചിയില്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കംപ്ലീറ്റായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ഞാൻ ഇച്ചിരി ഏറെ എടുത്തേക്കുന്ന മാവ് കേട്ടോ. അപ്പോൾ ഇച്ചിരി ഇപ്പം വറുത്തെടുത്തിട്ട് 1-2 പ്രാവശ്യമായിട്ട് ഞാൻ എണ്ണ ഒരുപാട് വേസ്റ്റ് ആകാതിരിക്കാനാണ് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി എണ്ണ ഒഴിച്ച് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ വീണ്ടും ആ എണ്ണ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇച്ചിരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ എണ്ണ ഒരുപാട് നമുക്ക് വേസ്റ്റ് ആവത്തുമില്ല. കണ്ടോ, ഇതുപോലെ എല്ലാം ഞാനിപ്പോൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കറ് മുറയെന്ന് ചവച്ച് തിന്നാം. നല്ല എന്താ പറയാനാ, അതിൻ്റെ ടേസ്റ്റൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വലിയ പണിപ്പാടൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം നമ്മളൊരല്പ നിമിഷം മെനക്കെട്ടാൽ നമ്മുടെ മക്കൾക്ക് സന്തോഷത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി കിടുക്കാച്ചി റെസിപ്പി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ബായ്.